ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബു സ്വലാത്തിൽ ബാബുൽ അദാൻ അല്ലേ, ബാബുൽ അദാനാണ് കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത്. ബാങ്ക് വിളിയെ കുറിച്ച് പറയുന്ന അധ്യായം. അതിൽ ഏതാനും ഹദീസുകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത്. ഇനി ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി. ഒന്നാമത്തെ ഹദീസ്, വഅൻ അബി ജുഹൈഫത റളിയല്ലാഹു അൻഹു ഖാൽ റഅയ്തു ബിലാലൻ യുഅദ്ദിനു വഅതതബ്ബഉ ഫാഹു ഹാ ഹുനാ വഹാ ഹുനാ വഇസ്ബുആഹു ഫീ ഉദുനൈഹി റവാഹു അഹ്മദ് വത്തുർമുദി വസഹഹഹു. അല്ലേ, ഇവിടെ വസഹഹഹു എന്നുണ്ടായും, തുർമുദി വലി ഇബ്നി മാജത വജഅല ഇസ്ബുഐഹി ഫീ ഉദുനൈഹി വലി അബി ദാവൂദ ലവാ ഉനുഖഹു ലമ്മാ ബലഗ ഹയ്യ അല സ്വലാ യമീനൻ വശിമാലൻ വലം യസ്തദിർ. അതിന് ശേഷം വഅസ്ലുഹു ഫി സഹീഹൈൻ എന്നുണ്ടാവും. അല്ലേ, വഅസ്ലുഹു ഫി സഹീഹൈൻ. ആ ഹദീസ് നമുക്ക് ആദ്യം പിന്നെ ഓരോന്നും വായിക്കാം. ഇവിടെ വഅൻ അബി ജുഹൈഫത റളിയല്ലാഹു അൻഹു, അബൂ ജുഹൈഫയിൽ നിന്ന് നിവേദനം. അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അബൂ ജുഹൈഫ സഹാബിയാണ്. അബൂ ജുഹൈഫ, അദ്ദേഹത്തിൻ്റെ പേര് വഹബ് ഇബ്നു അബ്ദില്ല അസ്വായി. വഹബ് ഇബ്നു അബ്ദില്ല അസ്വായി. വഹബ് അദ്ദേഹം ഹിജ്റയുടെ 74 മരണപ്പെടുന്നത്. ഹിജ്റയുടെ 74. വഹബ് ഇബ്നു അബ്ദുള്ള അസ്വായി എന്നാണ് അബൂ ജുഹൈഫ റളിയല്ലാഹുവിൻ്റെ പേര്. ഈ പേര് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്. വഹബുൽ ഖൈർ എന്നും അദ്ദേഹത്തിന് പറയപ്പെടും. വഹബുൽ ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഇദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൻ്റെ ഒക്കെ പോലെ കുട്ടിയായ സഹാബിയാണ്. പക്ഷേ പിന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും അങ്ങനെ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാദൃശ്യപ്പെടുത്തി പറയാറുള്ള സഹാബിയാണ് ഇദ്ദേഹം. ഹസനെ കുറിച്ച് പറയും, ഹസൻ നബിയോട് ഏറെ സാദൃശ്യമുള്ള വ്യക്തിയാണ്. ഹസൻ ആരാ? റസൂലുള്ളാഹിൻ്റെ പൗത്രൻ, അലിയാരുടെ മകൻ. അപ്പോൾ ഹസൻ റളിയല്ലാഹുവിനോട് പറയും, അബൂ ജുഹൈഫ പിന്നെ ഹസന് നബിയോടാണ് ഏറ്റവും സാദൃശ്യം ഉണ്ടായിരുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഈ താഴെ ചുണ്ടിനും താടിക്കും ഇടയിലുള്ള ഈ രോമങ്ങളുണ്ടല്ലോ, അതിൽ നരയുണ്ടായിരുന്നു എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഈ അബൂ ജുഹൈഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താഴെ ചുണ്ടിനും താടിക്കും ഇടയിലുള്ള ഈ രോമത്തിൽ റസൂലുള്ളാഹിക്ക് നരയുണ്ടായിരുന്നു എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ജുഹൈഫയാണ്. അബ്ദുള്ള ഇബ്നു വഹബ് വഹബ് ബിൻ അബ്ദില്ല അസ്വായി. വഹബുൽ ഖൈർ. അദ്ദേഹം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് 13 ഒട്ടകങ്ങളെ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞ്, 13 ഒട്ടകങ്ങളെ തരാൻ. അങ്ങനെ ആ 13 ഒട്ടകങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അപ്പോൾ അദ്ദേഹം ചെറുപ്രായത്തിലായിരിക്കുകയാണ് ആര് മരിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. ഞങ്ങൾക്ക് 13 ഒട്ടകം തരാൻ വേണ്ടിയിട്ട് റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു. അങ്ങനെ 13 ഒട്ടകം ഞങ്ങളുടെ വീട്ടിലേക്ക് അണിയുന്നതിന് മുമ്പ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുകയാണ് ഉണ്ടായത്. ഏതായാലും വൻ അബി ജുഹൈഫ റളിയല്ലാഹു അൻഹു, അബൂ ജുഹൈഫ വഹബ് ബിൻ അബ്ദില്ല അസ്വായി ഖാൽ, അദ്ദേഹം പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? റഅയ്തു ബിലാലൻ യുഅദ്ദിനു. റഅയ്തു, ഞാൻ കണ്ടു. ബിലാലിനെ കണ്ടു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഞാൻ കണ്ടു. യുഅദ്ദിനു, എങ്ങനെ? ബാങ്ക് വിളിക്കുന്നതായിട്ട്. ബിലാൽ ബാങ്ക് വിളിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അബൂ ജുഹൈഫ പറയാം, വഅതതബ്ബഉ ഫാഹു ഹാ ഹുനാ വഹാ ഹുനാ. വഅതതബ്ബഉ, ഞാൻ പിന്തുടർന്നു. ഫാഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ വായ. ഫാഹു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വായ. ശരിക്കും ഫമു എന്നാണ്. ഫമ് എന്നാണ് തൊള്ള, വായ. ഫമ് എന്നുള്ളത് അസ്മാവുൽ ഖംസയിൽ പെട്ടതാണ്. അസ്മാവുൽ ഖംസ എന്ന് പറയും, അല്ലെങ്കിൽ അസ്മാവുൽ സിത്ത. അബുൻ അഹുൻ
ഹാമുൻ കദാക വഹനു വന്നഖ്സു ഫി ഹാദൽ അഖീരി അഹ്സനു. അൽഫിയ എന്ന വ്യാകരണ കവിതാ സമാഹാരത്തിൽ ഇബ്നു മാലിക് പറയണ എന്ത്? അബുൻ അഖുൻ ഹാമുൻ കദാക വഹനു വന്നഖ്സു ഫി ഹാദൽ അഖീരി അഹ്സനു. അസ്മാഉൽ ഖംസയിൽ പെട്ടതാണ് എന്ത്? ഫമുൻ എന്നുള്ളത്. മനസ്സിലെ അതിൻ്റെ പ്രത്യേകത, ഈ ഫമുൻ എന്നുള്ളതിനെ ഇഅ്റാബ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഫതഹ് കസ്ർ ദമ്മ നസ്ബ് ജറ് പിന്നെ ദമ്മ ഇങ്ങനെ റഫ് ഇങ്ങനെ പറയാം. പക്ഷേ അസ്മാഉൽ ഖംസക്ക് ഇറാബ് ചെയ്യുമ്പോൾ അസ്മാഉൽ ഖംസക്ക് വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്ബും യാ കൊണ്ട് ജറുവ ചെയ്യാം. എങ്ങനെ? ഇപ്പം റഅയ്തു ഞാൻ കണ്ടു എന്നാണ്, അല്ല എങ്കിൽ അത്തത്തബ്ബഉ ഞാൻ പിന്തുടർന്നു, ഫാഹു ബിലാലിൻ്റെ വായയെ എന്നാണ്, തൊള്ള വായയെ ഞാൻ പിന്തുടർന്നതാണ്. അപ്പോൾ ഫമഹു എന്നാണ്, ഫമഹു. പക്ഷേ ഫമഹു എന്നല്ല പറഞ്ഞത്, എന്ത്? മീമ് കളയപ്പെടുന്നിട്ട് ഈ ഫ എന്നുള്ളതിന് അലിഫ് കൊടുക്കും നസ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അസ്മാഉൽ ഖംസൻ്റെ പ്രത്യേകത. ഇവിടെ ഫാഹു മഫൂലും ബി ആയതുകൊണ്ടാണ്. ഇത് ഫായിൽ റഫ് ആയിരുന്നുവെങ്കിൽ ഫൂഹു എന്നാണ് പറയുക, ഫൂഹു. ഇത് ജറായിരുന്നുവെങ്കിൽ ഫീഹി എന്നാണ് പറയുക, ഫീഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വായയിൽ എന്ന അർത്ഥത്തിൽ. കവിതയിൽ പറയും കൽഹൂത്തി ഫിൽമായി ലാ യക്ഫീഹി യഗ്മ ഇലൽ മാഇ വഫൂഹു ഫീഹി. ഈ അത്യാർത്തിയുള്ള മനുഷ്യന്മാരെ കുറിച്ച് പറയും, ആർത്തി കൂടിയ മനുഷ്യന്മാരെ കുറിച്ച് പറയും കൽഹൂത്തി ഫിൽമായി ലാ യക്ഫീഹി എന്നാണ്. പിന്നെ സമുദ്രാഴിയിലുള്ള തിമിംഗലത്തിനെ പോലെയാണെന്നാണ്. എന്താ? യഗ്മ ഇലൽ മാഇ, തിമിംഗലം വെള്ളത്തിലേക്ക് ഊളിയിട്ട് പോകും. എന്തിന്? വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. വഫൂഹു ഫീഹി, വഫൂഹു ഫീഹി എന്നാണ് എന്താ? വഫൂഹു ഇതിൻ്റെ തൊള്ള, തിമിംഗലത്തിൻ്റെ തൊള്ള, ഫൂഹു അത് ഫീഹി, ഫീഹി എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിലാണുള്ളത്. അല്ല കുല്ലിൻ ഇവിടെ പിന്നെ അബൂ ജുഹൈഫ പറയണം റഅയ്തു ബിലാലൻ, ബിലാലിനെ ഞാൻ കണ്ടു, അതിന് ബാങ്ക് വിളിക്കുന്നതായിട്ട്. അത്തതബ്ബഉ ഞാൻ പിന്തുടർന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പിന്നെ തുടർന്നു, ഫാഹു അദ്ദേഹത്തിൻ്റെ വായെ, തൊള്ളയെ, ഹാ ഹുന വ ഹാ ഹുന. ഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ, ഹാ ഹുന, ഹാ എന്നുള്ളത് തംബീഹിനാണ്. അപ്പോൾ ഹാ ഹുന വ ഹാ ഹുന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വായ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയണത് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ തുടർന്നു, അങ്ങനെ തുടർന്നു. വ ഇസ്ബുആഹു അദ്ദേഹത്തിൻ്റെ ഇരുവിരലുകൾ, ഇസ്ബു വിരൽ, ഉസ്ബു ഇസ്ബു എന്നുള്ളത് വിരൽ. വ ഇസ്ബുആഹു അദ്ദേഹത്തിൻ്റെ ഇരുവിരലുകൾ, മലയാളി വ ഇസ്ബുആഹു അദ്ദേഹത്തിൻ്റെ ഇരുവിരലുകൾ ഫി ഉദുനൈഹി അദ്ദേഹത്തിൻ്റെ ഇരു ചെവികളിലായിരുന്നു. ഇസ്ബു എന്ന് പറഞ്ഞാൽ വിരൽ, ഇസ്ബുആഹു അദ്ദേഹത്തിൻ്റെ ഇരുവിരലുകൾ ഫി ഉദുനൈഹി അദ്ദേഹത്തിൻ്റെ ഇരു ചെവികളിലായിരുന്നു. അപ്പോൾ ഇവിടെ റവാഹു അഹ്മദ്, ഈ ഹദീസ് ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തു. വത്തുർമുദി, ഇമാം തുർമുദി സുനനിൽ റിപ്പോർട്ട് ചെയ്തു. വസഹഹു, ഇമാം തുർമുദി ഹദീസിനെ സഹീഹ് എന്ന് പറഞ്ഞു. ഹദീസ് സഹീഹാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? ബിലാലിനെ കണ്ടു എന്നാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ആരാണ്? റസൂലുള്ളാഹിന്റെ മുഅദ്ദിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂ ജുഹൈഫ റസൂലുള്ളാഹി വഫാത്താന കാലത്ത് കുട്ടിയായിരുന്നുവെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മദീനയിൽ റസൂലുള്ളാഹി വഫാത്താകുവോളം ബാങ്ക് കൊടുത്താരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ആ ബിലാൽ പിന്നീട് ബാങ്ക് കൊടുത്തത് കണ്ടത് അബൂ ജുഹൈഫ പറയാണ് റഅയ്തു ബിലാലൻ യുഅദ്ദിനു, അദ്ദേഹം ബാങ്ക് വിളിക്കുന്നത് ഞാൻ കണ്ടു. വ അതതബ്ബഉ ഫാഹു ഹാ ഹുന വ ഹാ ഹുന. അപ്പോൾ ബിലാൽ എന്നവരുടെ വായ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നത് ഞാൻ തുടർന്നു, അതിന് ഞാൻ തുടർന്നു എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നു എന്നർത്ഥം. വ ഇസ്ബുആഹു, അപ്പോൾ ബിലാൽ എന്നവരുടെ രണ്ട് വിരലുകൾ ഫി ഉദനൈഹി അദ്ദേഹത്തിൻ്റെ ഇരു ചെവികളിലുമായിരുന്നു. തൈ ഈ ഹദീസ് സഹീഹാണ്. വലി ഇബ്നു മാജത, ഇബ്നു മാജക്കുണ്ട്, വലി ഇബ്നു മാജ, ഇബ്നു മാജക്ക് ഇതിടല്ല, വലി ഇബ്നു മാജ, ഇബ്നു മാജക്ക് ഉണ്ട്, ഇബ്നു മാജൻ്റെ സുനനിലെ റിവായത്തിലുണ്ട്. വജഅല ഉസ്ബുഐഹി ഫി ഉദുനൈഹി, വജഅല ബിലാൽ ആക്കി, ഇസ്ബുഐഹി അദ്ദേഹത്തിൻ്റെ ഇരുവിരലുകളെ, ഫി ഉദുനൈഹി അദ്ദേഹത്തിൻ്റെ ചെവികളിൽ. അപ്പോൾ ബിലാൽ ബാങ്ക് വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരു ചെവികളിൽ ഇരുവിരലുകളെ ആക്കുകയുണ്ടായി. അത് ഇബ്നു മാജൻ്റെ റിപ്പോർട്ടിൽ അങ്ങനെയാണുള്ളത്. ജഅല ഉസ്ബുഐഹി എന്നാണുള്ളത്. തയ്യ് ഈ ഇബ്നു മാജൻ്റെ ഈ റിവായത്തിന് സഹിയായ റിവായത്തിൽ വന്നു തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇബ്നു മാജൻ്റെ റിവായത്തിൽ ഹജ്ജാജ് ഇബ്നുൽ അർത്ത എന്ന് പറയുന്ന റാവി ഉണ്ട്. ആ റാവി ദുർബലനാണ്.
ഹജ്ജാജ് ബിനുൽ അർത്ത എന്ന റാവി ഇതിൽ. പക്ഷേ ഈ ഹദീസിൽ അറിയിക്കുന്ന കാര്യം ഇതിൽ വന്നിട്ടുണ്ട്. തയ്യബ് വലി അബീദാവൂദ, അബൂദാവൂദിൻ്റെ റിവായത്തിലുണ്ട്. അബൂദാവൂദ് സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തിലുണ്ട്, ലവാ ഉനുഖഹു ലമ്മ ബലഗ ഹയ്യ അല സ്വലാ യമീനൻ വ ഷിമാലൻ വലം യസ്തദിർ. ലവാ ഉനുഖഹു, ലവ എന്ന് പറഞ്ഞാൽ തിരിച്ചു. ബിലാൽ തിരിച്ചു. ഉനുഖഹു തൻ്റെ പിരടി തിരിച്ചു. ബിലാൽ തൻ്റെ പിരടി തിരിച്ചു. എപ്പോൾ? ലമ്മ ബലഗ എത്തിയപ്പോൾ. എന്തെത്തിയപ്പോൾ? ഹയ്യ അലസ്വല എന്ന ബാങ്കിലെ ഭാഗം എത്തിയപ്പോൾ. അപ്പോൾ ഹയ്യ അലസ്വല എന്നത് എത്തിയപ്പോൾ ലവ ഉനുഖഹു, ബിലാൽ പിരടി തിരിച്ചു. യമീനൻ വലത്തോട്ടും വഷിമാലൻ ഇടത്തോട്ടും. വലത്തോട്ടും ഇടത്തോട്ടും. വലം യസ്തദിർ, അദ്ദേഹം തിരിഞ്ഞിട്ടില്ല. എന്തേ തിരിച്ചിട്ടുള്ളൂ? അദ്ദേഹം ഖിബിലൻ്റെ നേരെ തന്നെയാണ് തിരിച്ചത്, പെരടി മാത്രമാണ്. ഇങ്ങനെ വലം യസ്തദിർ, അദ്ദേഹം ചെയ്തിട്ടില്ല, ഇങ്ങനെ തിരിഞ്ഞിട്ടില്ല. അതാണ് വലം യസ്തദിർ, അദ്ദേഹം ഇങ്ങനെ വട്ടത്തിൽ തിരിഞ്ഞിട്ടില്ല. അസ്ലുഹു ഫി സഹീഹൈൻ, ഈ ഹദീസിൻ്റെ അടിസ്ഥാന റിപ്പോർട്ട് അത് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഇവിടെയാണുള്ളത്. ഇവിടെ അസ്ലുഹു ഫി സഹീഹൈൻ ഉണ്ടാവും നിങ്ങളെ കിതാബിൽ. തയ്യബ്. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? എന്താണ് ഇപ്പോൾ അബൂ ജുഹൈഫയിൽ നിന്നുള്ള ഈ തുർമുദിയുടെ, അതേപോലെ തന്നെ അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തത്, ഇബ്നു മാജ സുനനിൽ, അബൂദാവൂദ് സുനനിൽ റിപ്പോർട്ട് ചെയ്ത് ഈ റിപ്പോർട്ട് അറിയിക്കുന്നത് എന്താ? ബാങ്ക് കൊടുക്കണം എന്നുള്ളത്. ബാങ്ക് കൊടുക്കുമ്പോൾ ചെവിയിൽ വിരൽ വെച്ചിരുന്നു ബിലാൽ എന്നുള്ളത്. പിന്നെ ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ഹയ്യ അല സ്വലാത്ത് തൊട്ടാണല്ലോ പിന്നെ എന്ത് ചെയ്ത് തിരിച്ചു എന്ന് പറഞ്ഞത് യമീനൻ വശിമാൻ. അപ്പോൾ പെരടി തിരിക്കൽ അതെന്താണ്? അത് പിന്നെ ബിലാൽ എന്നിവരുടെ ബാങ്കിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അബൂ ജുഹൈഫ അറിയുന്നത്. അപ്പോൾ ബിലാൽ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു നിന്നുള്ള മാതൃക അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. എന്തിനാ ബിലാൽ തിരിച്ചത്? എങ്ങനെ തിരിച്ചത്? എന്തിനാ തിരിച്ച? എല്ലായിടത്തും കത്ത. അപ്പോൾ ബാങ്ക് തുടക്കം മുതൽ അങ്ങനെ വേണ്ടേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അവിടെയൊക്കെ തിരിക്കണ്ടേ? അതൊക്കെ എല്ലാം വിളിയാണ്. അതാണ് ബാങ്ക്. എന്തിനാണ്? ഹയ്യ അല സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ്, അതിനാണ്, ഇങ്ങോട്ട് വരാനാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ആര് കേൾക്കേണ്ടതുണ്ട്? ആളുകൾ കേൾക്കേണ്ടത്. ബാങ്ക് വിളംബരാണ്, ബാങ്ക് വിളിയാണ്. അപ്പോൾ ആ ഭാഗം പ്രത്യേകിച്ച് കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ സ്ഥലത്തെത്തിയപ്പോൾ എന്ത് ചെയ്ത് ചുറ്റുഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തേക്കും തിരിഞ്ഞിട്ട് ഹയ്യ അല സ്വലാ ഹയ്യ അല സ്വലാ ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? തയ്യബ്. ഇന്ന് തിരിയാതെ തന്നെ എത്തും. ഇന്ന് തിരിഞ്ഞാലാണ് എത്താതിരിക്കുക അല്ലേ? മൈക്ക് മുന്നിലാകുമ്പോൾ ഒരാൾ തിരിഞ്ഞിട്ട് ഹയ്യ അല സ്വലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തൂല. ഹയ്യ അലൽ ഫലാ എന്ന് പറഞ്ഞാലും എത്തൂല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ തിരിയണ വേണ്ടേ? ഇനി ചിലയിടത്ത് തിരിഞ്ഞാൽ കേൾക്കൂല. ഇപ്പോൾ മനാറിൻ്റെ മുകളിൽ, പണ്ടത്തെ കാലത്ത് മനാറത്തിൻ്റെ മുകളിലായിരുന്നു ബാങ്ക്. അതായത് പള്ളിൻ്റെ മുകളിൽ ഒരു മനാറുണ്ടാവും, ഉയർന്ന സ്ഥലം. ആ ഉയർന്ന സ്ഥലത്ത് കയറിയിട്ടാണ് ബാങ്ക് കൊടുക്കുക. അപ്പോൾ തിരിയുമ്പോഴാണ് എന്ത് ചെയ്യുക? കേൾക്കുക. പക്ഷേ പള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കൂല. പള്ളിൻ്റെ ഉള്ളിലാണെങ്കിൽ തിരിഞ്ഞാൽ കേൾക്കൂല. പള്ളിൻ്റെ മുകളിലാണെങ്കിൽ, മനാറിൻ്റെ മുകളിലാണെങ്കിൽ തിരിഞ്ഞാൽ കേൾക്കും. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് മനാറത്തിൻ്റെ മുകളിലാണ് ആളുകളെ കേൾപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ് എങ്കിൽ തിരിയണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇപ്പം മനാറിൻ്റെ ഉള്ളിൽ മുകളിലല്ല കൊടുക്കൽ, പക്ഷേ ഇപ്പോൾ അതിന് പകരം പള്ളിൻ്റെ ഉള്ളിൽ തന്നെ മുക്കബ്ബിർ സൗത്തുണ്ട്, പിന്നെ മൈക്കിലാണ് ബാങ്ക് കൊടുക്കൽ. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഇപ്പം തിരിയണം വേണ്ടേ? അതായത് തിരിയണം എന്നുള്ളത് ഹുക്കുമാണ്. തിരിയണം എന്നുള്ളത് എന്താണ്? ഹുക്കുമാണ്, ഒരു വിധിയാണ്. തിരിയാൻ ഒരു ഇല്ലത്തുണ്ട്, കാരണമുണ്ട് അല്ലേ? എന്താ ഇല്ലത്ത്? കേൾപ്പിക്കുക എന്നുള്ളതാണ്. കേൾപ്പിക്കുക എന്നുള്ളതാണ് കാരണം, തിരിയണം എന്നുള്ളതാണ് വിധി. മനസ്സിലായല്ലേ? അപ്പോൾ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? തിരിയണത്. തബ്ലീഗിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? തിരിയണത്. പക്ഷേ അപ്പോൾ ഇല്ലത്തില്ലെങ്കിൽ ഇന്ന് കേൾപ്പിക്കുക എന്നുള്ളതില്ല. കാരണം എന്തുകൊണ്ട്? ഇന്ന് മൈക്കിൽ കേൾക്കുന്നുണ്ട് ഹയ്യ അല സ്വലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എത്ര കേൾക്കണം, അതിൽ അതേപോലെ തന്നെ കേൾക്കും. അപ്പോൾ ഇല്ലത്ത് ഇന്നില്ല.
പക്ഷേ എന്തുണ്ട് പിന്നെ അപ്പോൾ പിന്നെ തിരിയണം എന്നുള്ള ഹുക്കുമുണ്ടോ? അതാണ് പ്രശ്നം. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് നമ്മൾ കേട്ട്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് മനാറത്തിൻ്റെ മുകളിൽ ഒരാൾ ബാങ്ക് വിളിക്കുകയും എന്നിട്ട് കിഴക്കും പടിഞ്ഞാറൊക്കെ ഉള്ള ആളുകളെ കേൾപ്പിക്കലാണ് ഉദ്ദേശമെങ്കിൽ അയാൾ തിരിയണം, അല്ലെങ്കിൽ തിരിയണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു വിഷയം, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ തവാഫ് ചെയ്യുമ്പോൾ റമൽ നടത്തി, തവാഫ് ചെയ്യുമ്പോൾ റമൽ നടത്തി, മനസ്സിലായോ? ആദ്യത്തെ 3 റൗണ്ട് അവർ കാലടുപ്പിച്ച് വെച്ച് ഓടി. അതേപോലെ തന്നെ എന്ത് ചെയ്ത് വസ്ത്രം ഇഹ്റാമിൽ ഈ പെരടി തുറന്നിട്ടിട്ട് തവാഫ് ചെയ്ത്. അതെന്തിനു ചെയ്തതാ? അന്നായി ചെയ്യാനൊരു കാരണം ഉണ്ടായിന്. എന്താ കാരണം? മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ ഇവർ പിന്നെ റസൂലുള്ള ഉംറ ചെയ്തിട്ട് തവാഫ് ചെയ്യുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് വന്നപ്പോൾ മക്കക്കാർ പറഞ്ഞത് എന്താ? മക്കക്കാർ പറഞ്ഞത് ഇതാ മദീനയിലെ പനി പിടിച്ചിട്ട് യസ്രിബിലെ പനി പിടിച്ച് മുഹമ്മദും കൂട്ടരും വരുന്ന അവർക്ക് നടക്കാൻ വയ്യ, നീച്ചിക്കാൻ ജീവല്ല, അങ്ങനെ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശക്തരാണ്, ഞങ്ങൾ പനി പിടിച്ച് തളർന്നിട്ടില്ല, ഞങ്ങൾക്ക് നടക്കാൻ കഴിയും എന്നുള്ളത് മക്കക്കാരെ കാണിക്കാനാണ് എന്ത് ചെയ്തത്? ഉംറത്തുൽ ഖദായിൽ ഹിജറയുടെ 7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തും തവാഫിൽ എന്ത് ചെയ്തത്? ഓടിയത്. പിന്നെ പനി പിടിച്ച് ക്ഷീണിച്ചിട്ടില്ല, ഞങ്ങൾ വിറക്കുന്നവരെല്ലാം എന്നറിയിക്കാനാണ് എന്ത് ചെയ്തത്? ഈ ഭാഗം കാണിച്ചു കൊടുത്തത്. അന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ തവാഫ് ചെയ്യുമ്പോൾ മക്കാരൊക്കെ നിൽക്കുകയാണ്. അന്ന് മക്ക ഫതഹായിട്ടില്ല, മുശ്രിക്കുകൾ അത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അന്ന് ഇത് ചെയ്തതിനും റമൽ നടത്തിയതിനും ഇല്ലത്തുണ്ട്. ഇന്നാ ഇല്ലത്തുണ്ടോ? ഇന്നാ ഇല്ലത്തില്ല. പക്ഷേ ഇല്ലത്തില്ലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇൽത്തിബായ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ റമലും നടത്തുന്നുണ്ട് കഴിവിനനുസരിച്ച്. അപ്പോൾ അതേപോലെയാണ് പലരും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിർവഹിച്ച ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി പിന്നെ ഇന്നും നമ്മൾ എന്ത് ചെയ്യുക? അത് തുടർത്തി കൊണ്ടുപോകുക. അതിൻ്റെ ഇല്ലത്തുണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി. പക്ഷെ അവിടെ റിഷ്കാലുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ ഇല്ലത്ത് ഉണ്ടായിരുന്നു, അത് കേൾപ്പിക്കാനാണ് അതിന് വേണ്ടിയിട്ടാണ് തിരിഞ്ഞത്. പക്ഷെ ഇന്ന് തിരിഞ്ഞാൽ കേൾക്കൂല, നേരെ ഓപ്പോസിറ്റായി. ഒരാൾ ഹയ്യ അല സലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര കേൾക്കൂല, ഹയ്യ അൽ ഫലാ എന്ന് പറഞ്ഞാലും വേണ്ടത്ര കേൾക്കൂല. പിന്നെ മനാറത്തിൻ്റെ മുകളിലല്ല പള്ളിൻ്റെ ഉള്ളിലാണ് എങ്കിൽ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല? കേൾക്കൂല. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പം പിന്നെ തവാഫിൻ്റെ വിഷയത്തിലേക്ക് ഇതിനെ ഖിയാസാക്കാൻ പറ്റൂല. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്താ ചെയ്യാൻ പറ്റുക? തിരിയുക എന്നുള്ള സുന്നത്തെടുക്കാനും പറ്റും, കേൾപ്പിക്കുക എന്നുള്ള സുന്നത്തെടുക്കാനും പറ്റും. എങ്ങനെ? ഹയ്യ അല സലാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? തിരിയുക. ഹയ്യ അൽ ഫലാ എന്ന് പറഞ്ഞിട്ട് തിരിയുക. അപ്പോൾ എന്തായി? തിരിയലുമായി കേൾപ്പിക്കലുമായി. അപ്പോൾ രണ്ടും എന്തായി? ജമ്മാക്കലായി. പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞത് ആ ഒരു നിലപാടാണ്. അതാണ് ശരിയോട് അടുത്തായിട്ട് തോന്നുന്നത്. ഏതായാലും അല്ലാഹു അലം. പറഞ്ഞത് മനസ്സിലായോ? അതൊക്കെ ഇടങ്ങേറാണ് വിഷയങ്ങളാണ്. അതിനായിട്ട് അവിടെ മൈക്കൊക്കെ അവിടെ ഒക്കെ അത് ചിലപ്പം പിന്നെ ബാങ്കല്ലാത്ത വേറെ ഒന്നായിട്ട് മാറും. കാരണം ഒച്ചയും വിളിയും ബഹളമായിട്ട്. അലാ കുല്ലിൻ പിന്നെ ഇത് ആണ് അതിൽ പറയപ്പെട്ടതിൽ ശരിയായ അഭിപ്രായം. പിന്നെ ലമ്മ ബല ഹയാലസല അപ്പോൾ ലവാ ഉനക്കഹു യമീനം വഷിമാലൻ, വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും തിരിഞ്ഞു എന്നാണ്. മനസ്സിലായി? അതിൽ പിന്നെ ചിലർ പറഞ്ഞ 2 ഹയ്യാലയും ഉണ്ടല്ലോ, പിന്നെ 2 യമീനിലേക്ക് പിന്നെ 2 ഷിമാലിലേക്ക് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന ഹദീസിൻ്റെ ബലം അതിനാണ്. അതായത് ഹയ്യാല സലാ എന്ന് പറഞ്ഞപ്പോൾ 2 പിന്നെ ഇടത് ഭാഗത്തേക്കും, ഹയ്യാൽ ഫല എന്ന് പറഞ്ഞപ്പോൾ വലത് ഭാഗത്തേക്കും. എന്താണ് ഞാൻ വായിച്ചത് ഓർക്കുന്നത്? ഹദീസിൻ്റെ ബലം അതിനാണുള്ളത്. പക്ഷേ വലം യസ്തദിർ, റസൂൽ എന്ത് ചെയ്തിട്ടില്ല? തിരിഞ്ഞിട്ടില്ല, പെരടി തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളൂ എന്നർത്ഥം. അത് അസ്ലുഹു ഫിൽ സഹിഹൈൻ. وعن أبي جحيفة رضي الله عنه قال رأيت بلالا يؤذن وأتتبع فاه ها هنا وها هنا. ബിലാലിൻ്റെ വായയെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ തുടർന്നു. ഹുന വഹാഹുന, ഇവിടെയും അവിടെയും. ഇവിടെ ഹുന എന്നുള്ളതാണ് ഇസ്മുൽ ഇഷാറ, എന്നുള്ളത് തംബീഹിൻ്റെ അദാത്താണ്. ഇസ്ബുആഹു ഫി ഉദുനൈഹി റവാഹു അഹ്മദ് വത്തുർമുദി വലി ഇബ്നു മാജ വജഅല ഇസ്ബുഐഹി ഫി ഉദുനൈഹി വലി അബി ദാവൂദ് ലവ ഉനുഖഹു ലമ്മ ബലഗ ഹയ്യ അല സ്വലാ യമീനൻ വശിമാലൻ വലം യസ്തദിർ. ഖലാസ്. ഇനി അടുത്ത ഹദീസ്. ഇല്ല, വിരൽ ചെവിയിലിടുക എന്നുള്ളത് പിന്നെ വിരൽ മുഴുവൻ ഇടുക എന്നുള്ളതല്ല അവിടെ
വിരലറ്റം എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷേ അത് സഹിഹായ ഹദീസിൽ വന്നതാണ്, ബിലാലിൻ്റെ ഹദീസിൽ വന്ന്. പക്ഷേ ഇവിടെ ഇബ്നു മാജൻ്റെ റിവായത്ത് ഞാൻ പറഞ്ഞില്ല, ഇബ്നു മാജൻ്റെ റിവായത്തിനെ മുറുകെ ഒരാൾ എടുക്കുകയാണെങ്കിൽ അതിൽ പ്രശ്നമുണ്ട്. കാരണം ഇബ്നു മാജൻ്റെ റിവായത്ത് ദുർബലാണ്. കാരണം എന്താ, അതിൽ ഹജ്ജാജ് ഇബ്നു അൽ അർത്ത എന്ന് പറയുന്ന റാവി ഉണ്ട്. ആ റാവി ദുർബലനാണ്. പക്ഷേ ഇവിടെ സഹിഹായ റിപ്പോർട്ടിൽ പിന്നെ വിരൽ ചെവിയിൽ വെക്കുന്നത് വന്നിട്ടുണ്ട്. അത് സുന്നത്താണ്. അതിപ്പോൾ ഇവിടെ ഈ പെരടി തിരിക്കലൊക്കെ എന്താണ്, സുന്നത്താണ്. ഒരാൾ എന്ത് ചെയ്ത് നിന്ന് ബാങ്ക് കൊടുത്ത് വിരലൊന്നും വെച്ചില്ല, തിരിഞ്ഞിട്ടുമില്ലെങ്കിലും ബാങ്ക് സഹിഹാണ്. ബാങ്കിൻ്റെ തന്നെ ഹുക്കും എന്താ, ബാങ്കിൻ്റെ തന്നെ ഹുക്കുമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അബൂ ഹനീഫ, ഇമാം അഹ്മദ്, അതേപോലെ തന്നെ ഇമാം ഷാഫി, ഇവരൊക്കെ ബാങ്ക് പ്രബലമായ സുന്നത്ത് എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ, ഇമാം മാലിക് പറഞ്ഞ ജമാഅത്ത് നടക്കുന്ന പള്ളിയാണ് എങ്കിൽ ബാങ്ക് കൊടുക്കൽ എന്താണ്, ഫർദ് കിഫയാണ് എന്ന് പറഞ്ഞു. വാഹിരി മദ്ഹബിൻ്റെ ആളുകൾ മാത്രമാണ് ഫർദ് ഐനാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഓരോരുത്തരും ബാങ്ക് വിളിക്കൽ ഫർദ് ഐനാണ് എന്ന് പറഞ്ഞത്. മനസ്സിലായി? തയ്യബ്. ഇനി അടുത്ത ഹദീസ്. وعن أبي محذورة رضي الله عنه أن النبي صلى الله عليه وسلم أعجبه صوته نله أعجبه صوته فعلمه الأذان رواه ابن خزيمة وعن أبي محذورة أبو محذورة നിന്ന് നിവേദനം. അബു മഹ്ദൂറ നമുക്ക് വന്ന റാവിയാണ്, 2 ക്ലാസ്സിൽ വന്നു. ആരാ, എന്താ അദ്ദേഹത്തിൻ്റെ പേര്? അബു മഹദൂറ ഔസ് ഇബ്നു യഅ്മുർ അല്ലേ, ഔസ് ഇബ്നു യഅ്യർ അല്ലേ, അത് മിഅ്യറോ, ഔസ് ഇബ്നു മിഅ്യർ അല്ലേ, മിഅ്യർ. അബു മഹ്ദൂറ 2 പ്രാവശ്യം നമ്മളതിൻ്റെ ചരിത്രം പറഞ്ഞില്ലേ. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മടങ്ങി വരുമ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യണത്, പിന്നെ ഇസ്ലാം സ്വീകരിക്കണ ആ ചരിത്ര പശ്ചാത്തലം നമ്മൾ പറഞ്ഞു. ഏതായാലും അബു മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അത്ര കൂടുതൽ മറിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട്, അതിൻ്റെ മുമ്പത്തെ ആഴ്ചയും വന്നിട്ടുണ്ട്. അബു മഹ്ദൂറയിൽ നിന്ന് നിവേദനം. അന്നൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഅജബഹു, തിരുനബിയെ അത്ഭുതപ്പെടുത്തി, ആശ്ചര്യപ്പെടുത്തി, തിരുനബിക്ക് നന്നായി തോന്നി. സൗതഹു, അദ്ദേഹത്തിൻ്റെ ശബ്ദം. അഅജബഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്ചര്യപ്പെടുത്തി. സൗതുഹു, അദ്ദേഹത്തിൻ്റെ ശബ്ദം. അബു മഹ്ദൂറിൻ്റെ നല്ല ഒച്ചത്തിൽ ഇമ്പമുള്ള ശബ്ദമായിരുന്നു. ആ ശബ്ദം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്ചര്യപ്പെടുത്തി. ഫഅല്ലമഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു അൽ അദാൻ, ബാങ്ക് വിളി പഠിപ്പിച്ചു. ഫഅല്ലമഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു അൽ അദാൻ, ബാങ്ക്. റവാഹു ഇബ്നു ഖുസൈമ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഇമാം ഇബ്നു ഖുസൈമയാണ്. ഇത് അബൂ മഹ്ദൂറ ഉണ്ടല്ലോ, ആ ഇസ്ലാം സ്വീകരിച്ച വേളയിലാണ് ആ സംഭവം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കം ഫതഹായി, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, പിന്നെ ഹുനൈനിലേക്ക്, തായിഫിലേക്കൊക്കെ പോയിട്ട് ആ യുദ്ധവിജയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ മക്കയിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാമിലാണ് മടങ്ങുന്നത്. അപ്പം മക്കയിലേക്ക് എത്താൻ സമയമായപ്പോൾ ഇദ്ദേഹം ബനു ജമഹി ഗോത്രക്കാരനാണ്. അബൂ മഹ്ദൂറ ഔസുൽ ജമഹിയാണ് അദ്ദേഹം. അപ്പോൾ മക്കം ഫതഹായപ്പോൾ കുറേ ആളുകൾ എന്തുണ്ട്, ഇവരൊക്കെ കുട്ടികളാണ്, അബൂ മഹ്ദൂറയും കുട്ടികളാണ്. അപ്പോൾ അവരൊന്നും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, കുട്ടികളൊക്കെ. അപ്പോൾ അവരെന്ത് ചെയ്ത്, ഇങ്ങനെ പിന്നെ നബി സഹാബത്തൊക്കെ വരുന്ന വഴിയിൽ വരുന്നുണ്ട്, കുറച്ച് മാറി. അപ്പോൾ നിസ്കാര സമയമായപ്പോൾ ബാങ്ക് കൊടുത്ത് ബിലാൽ. ബാങ്ക് കൊടുത്തപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്ത്, കളിയാക്കിയിട്ട് ബാങ്ക് കൊടുത്ത്. അപ്പോൾ കൂട്ടത്തിൽ ഒരു ശബ്ദം, നല്ല ശബ്ദമാണ്, ഉച്ചത്തിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ കുറേ കുട്ടികളുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച്, ആരുടെ ശബ്ദമാണ് ഒച്ച ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അബൂ മഹ്ദൂറ പറയാം, എൻ്റെ കൂട്ടുകാർ മുഴുവനെ പിടിച്ച് തള്ളി, ഇദ്ദേഹത്തിൻ്റെ ആണ്. ചില റിപ്പോർട്ടുകൾ റസൂൽ എല്ലാവരോടും ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും ബാങ്ക് കൊടുത്ത് എൻ്റെ ബാങ്ക് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, എൻ്റെ പുറത്തിങ്ങനെ നെഞ്ഞത്തിങ്ങനെ കൊട്ടി. അബൂ മഹ്ദൂറ പറയണം, റസൂലുള്ളാഹിനെ പറ്റ ഈറയായിരുന്നു, ദേഷ്യമായിരുന്നു. കാരണം എന്താ,
മക്ക ഫതഹായി മക്ക ഇതൊക്കെ വിഷയമാണല്ലോ. അപ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിൻ്റെ ആ ഒരു സമീപനത്തോട് കൂടിയിട്ട് റസൂൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ മക്കയിലെ ബാങ്കിയായിട്ട് നിശ്ചയിച്ചു, മക്കത്ത് ബാങ്കിയായിട്ട് നിശ്ചയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ബാങ്ക് പഠിപ്പിക്കുകയും ചെയ്തു, ബാങ്ക് പഠിപ്പിക്കുകയും ചെയ്തു. അതാണ് ആ സംഭവം, അതാണ് സംഭവം. അതിനു ശേഷം അബു മഹ്ദൂറായിരുന്നു മക്കക്കാരുടെ ബാങ്കി, ബിലാൽ മദീനയിൽ ബാങ്കി, അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു മക്തൂമും. അൻ അബി മഹ്ദൂറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഅജബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്ചര്യപ്പെടുത്തി, സൗതുഹു അദ്ദേഹത്തിൻ്റെ ശബ്ദം. ഫഅല്ലമഹുൽ അദാൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ബാങ്ക് വിളി പഠിപ്പിച്ചു. റവാഹു ഇബ്നു ഖുസൈമ, ഇമാം ഇബ്നു ഖുസൈമ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ ഈ ഹദീസ് അറിയിക്കുന്നത്? നല്ല ഉയർന്ന നല്ല ശബ്ദമുള്ള ആളാണ് ബാങ്ക് കൊടുക്കാൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ഇത് മനസ്സിലായി. ഇതിനു മുമ്പ് നമ്മൾക്ക് ഒന്നാമത്തെ ഹദീസ് ഈ വിഷയത്തിൽ വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ബിൻ അബ്ദുറബ്ബി, അദ്ദേഹം സ്വപ്നം കണ്ട്, ബാങ്കിൻ്റെ ലഫ്ലുകൾ സ്വപ്നം കണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയണം, ഞാനിങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നു ബാങ്കിൻ്റെ ലഫ്ലുകൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, എങ്കിൽ അത് ബിലാലിനെ പഠിപ്പിക്കണം, ബിലാൽ നിങ്ങളെക്കാൾ ഒച്ച ശബ്ദമുള്ള വ്യക്തിയാണ് എന്ന് റസൂലുള്ള പറയണം. അപ്പോൾ അതിനും മനസ്സിലായി എന്ത്, ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്കിന് നല്ല ശബ്ദമുള്ള, ഉച്ചത്തിൽ ശബ്ദമുള്ള വ്യക്തികളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. തയ്യം, അതാണ് രണ്ടാമത്തെ ഹദീസ്. ഇനി മൂന്നാമത്തേത്, വഅൻ ജാബിരി ബിനി സമുറത റളിയല്ലാഹു അൻഹു, വഅൻ ജാബിരി ബിനി സമുറത റളിയല്ലാഹു അൻഹു സല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഈദൈനി ഗൈറ മറത്തിൻ വലാ മറത്തൈൻ ബിഗൈരി അദാനിൻ വലാ ഇഖാമത്തിൻ റവാഹു മുസ്ലിം. വഅൻ ജാബിരി ഇബ്നി സമുറ, ജാബിർ ഇബ്നു സമുറയിൽ നിന്ന് നിവേദനം, ജാബിർ ഇബ്നു സമുറയിൽ നിന്ന് നിവേദനം. വഅൻ ജാബിർ ഇബ്നു സമുറ, ജാബിർ നമുക്ക് ആദ്യമായിട്ട് വരുന്ന സഹാബിയ അല്ലേ. ജാബിർ ഇബ്നു സമുറ, അദ്ദേഹം ജാബിർ ഇബ്നു സമുറ ഇബ്നു ജുനാദയാണ്, ഇബ്നു ജുനാദ. അദ്ദേഹവും അബൂ ജുഹൈഫയെ പോലെ തന്നെ സുവായിയാണ്, സുവായി. ജാബിർ ഇബ്നു സമുറ ഇബ്നു ജുനാദ അസുവായി. അദ്ദേഹം ഹിജ്റയുടെ 70 മരണപ്പെടുന്നത്, 70 അല്ലെങ്കിൽ 70 ശേഷം അദ്ദേഹം മരണപ്പെടുന്നത്. സുവായി അദ്ദേഹത്തിൻ്റെ ഗോത്രപ്പേര്. ജാബിർ ബിൻ അബ്ദുള്ള, ജാബിർ ബിൻ സമുറ ഇബ്നു ജുനാദ സുവായി അൽ ആമിരി അൻസാരികളുടെ ഹലീഫായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുക. ഹിജ്റയുടെ 70 അദ്ദേഹം മരണപ്പെട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ജാബിർ ബിൻ സമുറ പറയാണ്, ഞങ്ങൾ കുറച്ച് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ റസൂൽ ഇങ്ങനെ ഞങ്ങളുടെ കവിളിൽ ഇങ്ങനെ തട്ടി, ഇങ്ങനെ തലവടി ഇങ്ങനെ കടന്നുപോയി. കുറച്ച് ആളുകളുണ്ടായിന്, പ്രായം കൂടുതലില്ല അന്ന്, അപ്പോൾ ചെറിയ കുട്ടികളല്ലേ, അപ്പം ഇങ്ങനെ കവിളിൽ തൊട്ടിങ്ങനെ പോയി. അദ്ദേഹം പറയുന്നത് റസൂലുള്ള തൊട്ട ആ സ്ഥലം അത് വേറൊരു ഭംഗിയിൽ നിലനിന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ, ഈ ജാബിർ ബിൻ സമുറയുടെ ശരീരത്തിൽ റളിയല്ലാഹു തആല അൻഹു. തയ്യിബ്, അദ്ദേഹം പറയാണ്, ജാബിർ ബിൻ സമുറ, സല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഞാൻ നമസ്കരിച്ചു. അൽ ഈദൈൻ, ഈദൈൻ എന്ന് പറഞ്ഞാൽ 2 പെരുന്നാൾ. ഗൈറ മറത്തിൻ വലാ മറത്തൈൻ, ഗൈറ മറ എന്ന് പറഞ്ഞത് ഒരു തവണ അല്ല, വലാ മറത്തൈൻ 2 തവണയല്ല, എന്നാൽ 2ലേറെ തവണ എന്നുള്ളതാണ് ഉദ്ദേശം. 2ലേറെ തവണ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ട്. ബിഗൈരി അദാനിൻ വലാ ഇഖാമത്തിൻ, ബിഗൈരി അദാനിൻ എന്താ, ബാങ്ക് വിളിയില്ലാതെ, വലാ ഇഖാമത്തിൻ ഇഖാമത്തും ഇല്ലാതെ. അപ്പോൾ ബാങ്ക് വിളിയോ ഇഖാമത്തോ ഇല്ലാതെ പലതവണ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് 2 പെരുന്നാളും നമസ്കരിച്ചിട്ടുണ്ട്. 2 പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് റവാ ഇമാം മുസ്ലിമാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹദീസ് അറിയിക്കണത് എന്താ? ഹദീസ് അറിയിക്കണത് പെരുന്നാൾ നിസ്കാരത്തിന് എന്തില്ല, ബാങ്കുമില്ല, ബാങ്ക് വിളിയില്ല, ഇഖാമത്തുമില്ല. പക്ഷെ നമ്മളെ നാട്ടിൽ അസ്സലാത്തു ജാമിയ എന്ന് പറയലുണ്ട്, അതുണ്ടോ?
അസ്സലാത്തു ജാമിയ അറിയും നിസ്കാരത്തിന് തൊട്ട് മുമ്പ്. അല്ല കുസൂഫിന് പറയും അതേപോലെ തന്നെ. പെരുന്നാൾ നിസ്കാരത്തിന് പറയില്ല അസ്സലാത്തു ജാമിയ. അതുണ്ടോ? അതുമില്ല, അതിനും തെളിവില്ല. അസ്സലാത്തു ജാമിയ എന്ന് പറയാനും തെളിവില്ല. പിന്നെ ചില ഹദീസുകളുടെ തേട്ടാണത്, ഒരു ഖുത്ബ നിർവഹിച്ചു എന്ന് പറയുന്നത്. പിന്നെ ചില ഹദീസുകളുടെ തേട്ടത്തിൽ 2 ഖുത്ബ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ വിശദങ്ങൾ വരും. പക്ഷേ ഇവിടെ ബാങ്കും വിളി ഉണ്ടായില്ല, ഇക്കാമത്തും ഉണ്ടായില്ല പെരുന്നാൾ നിസ്കാരത്തിന്. അപ്പോൾ ഈ അസ്സലാത്തു ജാമിയ എന്ന് വിളിച്ച് പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ? അതിനൊരു അടിസ്ഥാനമല്ല. മനസ്സിലായി? അതിനൊരു അടിസ്ഥാനമല്ല. അത് ഒഴിവാക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം പിന്നെ ഇപ്പം എന്തിനാണ് അസ്സലാത്തു ജാമിയ എന്ന് പറയുന്നത്? നിസ്കരിക്കാൻ ടൈം ആയിക്കണമെന്ന് അറിയിക്കാനല്ലേ, നിസ്കാരത്തിന് ടൈമായി എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ പെരുന്നാൾ ദിവസങ്ങളിൽ റസൂലുള്ള വന്നിട്ട് കൈ കെട്ടിയിട്ട് നിസ്കാരം തുടങ്ങലാണ്, അല്ലാതെ അസ്സലാത്തു ജാമിയ എന്ന് പറയാറില്ല. പിന്നെ നിസ്കാരത്തിന് സമയമായി എന്ന് അറിയിക്കേണ്ട ഒരു നിസ്കാരമല്ല അത്, പെരുന്നാൾ നിസ്കാരം. പിന്നെയോ അന്ന് പെരുന്നാൾ സുദിനാണ്. അന്ന് എന്തുണ്ടാവും? പെരുന്നാൾ സുദിനായിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ച് അല്പം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പെരുന്നാൾ നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ തങ്ങളുടെ ആഘോഷ നാളാണെന്ന് അറിഞ്ഞിട്ട് നേരം പുലരുമ്പോൾ തന്നെ അതിന് റെഡിയായി നിൽക്കുകയും പിന്നെ തക്ബീറിൽ അവർ സമയം കഴിക്കുകയാണ് വേണ്ടത്. ഇമാം വന്നിട്ടുണ്ടെങ്കിൽ അലത്തൂൽ അല്ലാഹു അക്ബർ വന്നിട്ട് തക്ബീർ തുടങ്ങുകയാണ്, നിസ്കാരം തുടങ്ങുകയാണ് വേണ്ടത്. തൈഫ്വാൻ ജാബിർ ഇബ്നു സമുറ സല്ലൈതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഈദൈൻ ഗൈറ മറത്തിൻ വലാ മറത്തൈൻ ബിഗൈരി അദാനിൻ വലാ ഇഖാമത്തിൻ റവാഹു മുസ്ലിം. വഅൻ അബി ഖതാദ റളിയല്ലാഹു അൻഹു. അടുത്ത ഹദീസ് ഫിൽ ഹദീസ് طويل في نومهم عن الصلاة ثم أذن بلال فصلى النبي صلى الله عليه وسلم كما كان يصنع كل يوم رواه مسلم. എന്താ? വഅൻ അബി ഖതാദ റളിയല്ലാഹു അൻഹു ഫിൽ ഹദീസ് الطويل في نومهم عن الصلاة ثم أذن بلال فصلى النبي صلى الله عليه وسلم كما كان يصنع كل يوم رواه مسلم. وأن أبي قتادة أبو قتادة നിവേദനം. അബൂ ഖതാദ അൽ അൻസാരി, അബൂ ഖതാദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അബൂ ഖതാദ അദ്ദേഹത്തിൻ്റെ പേര്, ഇത് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് അൽ ഹാരിസ് ഇബ്നു റിബിഈ എന്നാണ്. അൽ ഹാരിസ് ഇബ്നു റിബിഈ. അദ്ദേഹം അൻസാരിയാണ്. ഹിജ്റയുടെ 54 അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റയുടെ 54. അൽ ഹാരിസ് ഇബ്നു റിബിഈ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഉഹുദിലാണ് ആദ്യമായിട്ട് റസൂലുള്ളാഹിയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ഉഹുദിലാണ്. റസൂലുള്ളാഹിൻ്റെ ഫാരിസ് എന്ന്, കുതിരപ്പടയാളി എന്ന പേരിൽ ഈ അബൂ ഖതാദ അറിയപ്പെടും. ഫാരിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ഒരു അമ്പ് തട്ടിയിട്ട് ഒരു മുറിവേറ്റ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദ്ദേഹത്തിൻ്റെ മുഖത്തിലേക്ക് തൻ്റെ തുപ്പുനീരാക്കി. അങ്ങനെ ആ മുഖം, അതിലുണ്ടായിരുന്ന ആ മുറിവും അടയാളവും നീങ്ങിപ്പോയി എന്നാണ് അബൂ ഖതാദയുടെ ചരിത്രം. വാൻ അബി ഖതാദ അൽ ഹാരിസ് ഇബ്നു റിബിഈ, അബൂ ഖതാദയിൽ നിവേദനം. ഫിൽ ഹദീസ് തവീൽ, സുദീർഘമായൊരു ഹദീസിൽ. ഫിൽ ഹദീസ് തവീൽ എന്ന് പറഞ്ഞാൽ സുദീർഘമായ ഹദീസിൽ. ഏത് വിഷയത്തിൽ? ഫീ നൗമിഹിം അനിസ്സല, നമസ്കാരത്തെ തൊട്ട് അവർ ഉറങ്ങിയ വിഷയത്തിൽ. ഫീ നൗമിഹിം, അവരുടെ ഉറക്കത്തിൻ്റെ വിഷയത്തിൽ. അനിസ്സല, നമസ്കാരത്തെ തൊട്ട്. അപ്പോൾ നമസ്കാരത്തെ തൊട്ട് അവർ ഉറങ്ങിയ വിഷയത്തിൽ സുദീർഘമായിട്ടൊരു ഹദീസുണ്ട്. ആ ഹദീസിൽ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി നിവേദനം. ഈ സംഭവം എന്താ അറിയോ? ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും യാത്രയിലാണ്. ഖൈബറിൽ നിന്നുള്ള തിരിച്ച് യാത്രയിലാണ്. അപ്പോൾ ആ യാത്രയിൽ എന്ത് ചെയ്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും രാത്രി കിടന്നപ്പോൾ ബിലാൽ എന്നവരെ ഉറക്കമുണർത്താൻ വേണ്ടിയിട്ട് നിർത്തി. ബിലാലിനെ ഉറങ്ങാതിരിക്കാൻ പറഞ്ഞു. എന്തിന്? എല്ലാവരെയും ഫജറിന് വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ രാത്രി ബിലാൽ കാവൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഉറങ്ങി. അങ്ങനെ ആ ഉറക്കം മുറുകി ഫജർ സമയം തെറ്റി. സൂര്യ ഉദിച്ചതിന് ശേഷം ആദ്യമായിട്ട് എഴുന്നേൽക്കുന്നത് റസൂലാണ്. കാവൽ നിന്ന ബിലാലും ഉറങ്ങിപ്പോയി. കാവൽ നിന്ന ബിലാൽ എന്നവരും ഉറങ്ങിപ്പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പിന്നെ എന്ത് ചെയ്തു? ഉണർന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിയുള്ളവരൊക്കെ വിളിച്ച്. അങ്ങനെ അതാണ് ആ വിഷയം. ഖൈബറിൽ നിന്ന് മടങ്ങിയപ്പോൾ നമസ്കാരത്തൊട്ട് അവർ ഉറങ്ങി എന്നാണ്.
അത് സുദീർഘമായി റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട്. ആ സംഭവത്തിൽ എന്താ ഉള്ളത്? അബൂ ഖത്താദ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സുമ്മ അദ്ദന ബിലാലുൻ, റസൂൽ എല്ലാവരും വിളിച്ചില്ലേ, വിളിച്ചതിന് ശേഷം ബിലാൽ ബാങ്ക് വിളിച്ചു. സുമ്മ അദ്ദന ബിലാലുൻ, ബിലാൽ ബാങ്ക് വിളിച്ചു. ഫസല്ലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു. എങ്ങനെ? കമാ കാന യസ്നഉ കുല്ല യൗം, എല്ലാ ദിവസവും എങ്ങനെയായിരുന്നോ നമസ്കരിക്കാറുണ്ടായിരുന്നത് അതുപോലെ. എല്ലാ ദിവസവും കുല്ലയവും, എല്ലാ ദിവസവും കമാ കാന യസ്നഉ, എങ്ങനെയായിരുന്നോ പ്രവർത്തിക്കാറ് നമസ്കരിക്കാറ് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു. റവാഹു മുസ്ലിം. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്ന സംഗതി എന്താ? ഹദീസ് മനസ്സിലായോ? എൻ്റെ സാഹചര്യം എല്ലാ ദിവസവും കടന്നുറങ്ങിയിട്ട് സുബൈ നേരം വെളുത്തിട്ട് നിസ്കരിക്കാമെന്ന് അതിന് കിട്ടുക? കൈഫ് ആ ആ അത് മനസ്സിലാക്കാം. അതിലേറെ ഫായിദുള്ള വിഷയം ഇവിടെ നമ്മൾ ബാങ്കിൻ്റെ അധ്യായത്തിൽ അത് വന്നത്. ഈ ഹദീസ് ഇനിയും നമുക്ക് പിന്നീട് വരും. ഇവിടെ ബാങ്കിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഹദീസ്. അതായത് അവർ നമസ്കാരത്തിൽ തൊട്ട് ഉറങ്ങിയിട്ടുണ്ട് എങ്കിൽ എപ്പോഴാണ് അത് നിസ്കരിക്കേണ്ടത്? ഒരു നിസ്കാരത്തിൽ തൊട്ട് ഒരാൾ മറന്നുപോയി ഉറങ്ങിപ്പോയാൽ മൻ ആമൻ സലാത്തിൻ ഔ നസിഹ ഫൽയുസല്ലിഹ ഇദാ ദക്കറ. ഒരാൾ നിസ്കാരത്തിൽ തൊട്ട് മറന്നുപോയി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി എങ്കിൽ അയാൾ ഓർക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? ഉണരുമ്പോഴാണ് അയാളത് നിസ്കരിക്കേണ്ടത്. ആ നിസ്കരിക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യണം? ബാങ്ക് വിളിക്കണമെന്ന് മനസ്സിലായി. ബാങ്ക് വിളിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് വന്നത്. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങി, സഹാബത്ത് ഉറങ്ങി എന്ന് പറഞ്ഞില്ലേ, അതൊരു സ്ഥിരം സംഭവമല്ല. പിന്നെയോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു യാദൃശ്ചിക സംഭവമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിപ്പോയേക്കുമോ എന്ന് ഭയന്നതിനാൽ ഉണരാനുള്ള മാർഗം അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അത് ബിലാലിനെ പിന്നെ ഉറങ്ങാതെ നിർത്തി എന്നുള്ളതാണ്. എന്നിട്ട് ഉറങ്ങിയതാണ്. എന്നാലും ചില സാഹചര്യങ്ങൾ മനുഷ്യന്മാർ ഉറങ്ങിപ്പോകും. അങ്ങനെ ഉറങ്ങിപ്പോയാൽ അബദ്ധവശാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഹദീസ് ഇപ്പോൾ എന്ത് ചെയ്യണത് നമ്മളെ പഠിപ്പിക്കണത്. ബിലാൽ റളിയല്ലാഹു തആല ബാങ്ക് വിളിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു. കമാ കാന യസ്നഉ കുല്ലയവും, എല്ലാ ദിവസവും ചെയ്യാറുള്ളത് പോലെ. എല്ലാ ദിവസവും എങ്ങനെ ചെയ്യാറ്? റസൂലുള്ളാഹി സുന്നത്ത് നിസ്കരിക്കും, ബാങ്കിന് ശേഷം സുന്നത്ത് നിസ്കരിക്കും. എന്നിട്ട് ഇഖാമത്ത് കൊടുത്തതിന് ശേഷം ഫജ്ർ നിസ്കരിക്കും. പിന്നെ ഇത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് ഫജ്റിൻ്റെ സമയം. അപ്പോൾ ഉറക്കനെ ഓതും. സൂര്യൻ ഉദിച്ചതിന് ശേഷം ദുഹറിൽ ഉറക്കനെ ഓതുമോ? അസറിൽ ഉറക്കനെ ഓതുമോ? ഇല്ല. പകലിൽ എന്തെങ്കിലും ഉറക്കനെ ഓതൂല. പക്ഷേ ഇവിടെ റസൂൽ എങ്ങനെ ഓതിയത്? ഉറക്കനെ ഓതിയത് പതുക്കെ ഓതിയത്? ഉറക്കനെ ഓതി. കാരണം എന്താ? കമാ കാന യസ്നഉ കുല്ലയവും, എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെയാണ് ചെയ്തതാണ്. ഉറക്കനെ ഓതിയിട്ട് നിസ്കരിച്ചു എന്നർത്ഥം. അപ്പോൾ ഫജ്ർ നമസ്കാരത്തെ തൊട്ട് ഉറങ്ങിപ്പോയി അങ്ങനെ ജമാഅത്തായിട്ട് അതിനെ പുനഃസംഘടിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഉറക്കെ ഓതിയിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളത് അതിന് മനസ്സിലായി. ഈ ഹദീസിൽ ഇതിന് ഇമാം മുസ്ലിമിൻ്റെ അബൂ ഹുറൈറയിൽ നിന്നുള്ള നിവേദനത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് ഇഖാമത്ത് കൊടുക്കാൻ കൽപ്പിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് ഇഖാമത്ത് കൊടുക്കാൻ കൽപ്പിച്ചു എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇഖാമത്ത് കൊടുത്താൽ മതി, ബാങ്ക് വേണ്ട എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് മറുപടി പറഞ്ഞത് റസൂലുള്ളാഹി ഇഖാമത്ത് കൊടുക്കാൻ കൽപ്പിച്ചു, അത് അബൂ ഹുറൈറ കേട്ടു. ബാങ്കിൻ്റെ വിഷയം അബൂ ഹുറൈറ കേട്ടിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അബൂ ഹുറൈറൻ്റെ റിവായത്തിൽ അതില്ല എന്ന് വിചാരിച്ചിട്ട് റസൂൽ അത് കൊണ്ട് കൽപ്പിച്ചിട്ടില്ല എന്ന് വരില്ല. طيب وعن أبي قتادة رضي الله عنه في الحديث الطويل في نومهم عن الصلاة ثم أذن بلال فصلى النبي صلى الله عليه وسلم كما كان يصنع كل يوم رواه مسلم. وله عن جابر أن النبي صلى الله عليه وسلم أتى المزدلفة فصلى بها المغرب والعشاء بأذان واحد وإقامتين. وله എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുണ്ട്. ആർക്ക്? ദമീർ മടങ്ങുന്നത് മുസ്ലിമിലേക്കാണ്. മുസ്ലിമിനുണ്ട്. വലഹു എന്നാൽ വലി മുസ്ലിമിൻ, മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ജാബിർ നമുക്ക് വന്ന റാവിയാണ്, ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൽ മുസ്ദലിഫ, മുസ്ദലിഫയിൽ എത്തി. എവിടെ മുസ്ദലിഫ? ഹജ്ജിൽ മുസ്ദലിഫയിൽ, അറഫയിൽ നിന്ന് എന്ത് ചെയ്ത് മുസ്ദലിഫയിൽ വന്നു. മുസ്ദലിഫക്ക് മറ്റൊരു പേരെന്താ? ജമ. ഹദീസിൽ വന്നിട്ടുണ്ട് മുസ്ദലിഫ എന്നും വന്നിട്ടുണ്ട്, ജമ എന്നും വന്നിട്ടുണ്ട്. തയ്യബ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൽ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലെത്തി. ഫസല്ലാ ബിഹ, മുസ്ദലിഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു. അൽ മഗ്രിബ വൽ ഇഷ, മഗ്രിബും ഇഷയും നിസ്കരിച്ചു. ബി അദാനിൻ വാഹിദിൻ, ഒരു അദാന് കൊണ്ട്. വ ഇഖാമത്തൈനി, രണ്ട് ഇഖാമത്ത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, മഗ്രിബും ഇഷയും ജമ്മാക്കിയിട്ടാണ് നിസ്കരിച്ചത് മുസ്ദലിഫയിൽ വെച്ച്. ഒരു ബാങ്ക് കൊടുത്ത് രണ്ട് ഇഖാമത്തും കൊടുത്ത്. ഖലാസ്. ഇതിൻ്റെ റിവായത്ത് വലഹു, വലഹു എന്ന് പറഞ്ഞാൽ വലി മുസ്ലിമിൻ, മുസ്ലിമിന് തന്നെ മറ്റൊരു റിവായത്തുണ്ട്, വലഹു അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ വലി മുസ്ലിമിൻ. അൻ ഇബ്നു ഉമറ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ തൊട്ട് മുസ്ലിമിനുണ്ട്. എന്താ ഉള്ളത്, ജമഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജംആക്കി ബൈനൽ മഗ്രിബി വൽ ഇശാഇ, മഗ്രിബിനും ഇശാക്കും ഇടയിൽ ബി ഇഖാമത്തിൻ വാഹിദ, ഒരു ഇഖാമത്ത് കൊടുത്തിട്ട്, ഒരു ഇഖാമത്ത് കൊടുത്തിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബ് ഇശ നിസ്കരിച്ചത് ഒരു ഇഖാമത്ത് കൊടുത്തിട്ടാണ്. വസാദ അബൂ ദാവൂദ്, ഇമാം അബൂ ദാവൂദ് ഏറെ റിപ്പോർട്ട് ചെയ്തു, ലികുല്ലി സല, ഓരോ നിസ്കാരത്തിനും, ഓരോ നിസ്കാരത്തിനും. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് മുസ്ലിമിൻ്റെ റിവായത്തിൽ ഇപ്രകാരമുള്ളത്, ജമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ മഗ്രിബ് വൽ ഇശാഇ ബി ഇഖാമത്തിൻ വാഹിദ. ഇതെവിടെയാണ്, മുസ്ദലിഫയിലെ നിസ്കാരത്തെക്കുറിച്ചാണ്, മുസ്ദലിഫയിലെ നിസ്കാരത്തെക്കുറിച്ചാണ്. ഒരു ഇഖാമത്ത് കൊടുത്തു. പക്ഷേ അബൂ ദാവൂദിൻ്റെ റിവായത്തിൽ ഇങ്ങനെ ഏറുണ്ട്. ഇബ്നു ഉമറിൻ്റെ ഈ ഹദീസ് തന്നെ അബൂ ദാവൂദ് കൊടുത്തപ്പോൾ വസാദ ബി ഇഖാമത്തിൻ വാഹിദത്തിൻ ലികുല്ലി സല, ഓരോ നിസ്കാരത്തിനും ഇഖാമത്ത് കൊടുത്ത്. അപ്പോൾ എത്ര ഇഖാമത്താ, രണ്ട് ഇഖാമത്താണ്. വഫി റിവായത്തിൽ ലഹു, അബൂ ദാവൂദിൻ്റെ ഒരു റിവായത്തിലുണ്ട്, വലം യുനാദി ഫി വാഹിദിൻ മിൻഹുമ, ഫി വാഹിദത്തിൻ മിൻഹുമ, വലം യുനാദി. എന്താ വലം യുനാദി, ബാങ്ക് വിളിച്ചിട്ടില്ല. യുനാദി ആണ് ഇവിടെ എന്താർത്ഥം, ഇവിടെ ഉദ്ദേശം ബാങ്ക് വിളിയാണ്. വലം യുനാദി, ബാങ്ക് വിളിച്ചിട്ടില്ല, ഫി വാഹിദത്തിൻ മിൻഹുമ, അവ രണ്ടിൽ ഒന്നിലും. അവ രണ്ടിലും എന്ന് പറഞ്ഞാൽ എന്താ, ആ മഗ്രിബ് ഇശ, റസൂലുള്ളാഹി മുസ്ദലിഫയിൽ നിസ്കരിച്ച മഗ്രിബ് ഇശ നമസ്കാരത്തിൽ ഒന്നിലും ലം യുനാദി, ബാങ്ക് വിളിച്ചിട്ടില്ല. അതാണ് ആരുടെ റിവായത്തിലുള്ളത്, അബൂ ദാവൂദിൻ്റെ മറ്റൊരു റിവായത്തിലുള്ളത്. വഫി റിവായത്തിൽ ലഹു, അബൂ ദാവൂദിൻ്റെ മറ്റൊരു റിവായത്തിലുണ്ട്, വലം യുനാദി ഫി വാഹിദത്തി മിൻഹുമ, അവ രണ്ടിലും എന്ത് ചെയ്തില്ല, ബാങ്ക് വിളിച്ചിട്ടില്ല, ബാങ്ക് വിളിച്ചിട്ടില്ല. പിന്നെയോ ഓരോ നിസ്കാരത്തിനും ഇഖാമത്ത് കൊടുക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പം ഇതിപ്പോൾ റസൂലുള്ളാഹിൻ്റെ മുസ്ദലിഫയിലുള്ള നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. മഗ്രിബ് ഇശയും ജമ്മാക്കിയിട്ട് നിസ്കരിച്ച്. അതിലൊരു റിവായത്തിൽ, ജാബിർ റളിയല്ലാഹുവിൻ്റെ റിവായത്തിൽ ഒരു ബാങ്കും രണ്ട് ഇഖാമത്തും കൊടുത്തു എന്നാണ്. ഇബ്നു ഉമറിൻ്റെ റിവായത്തിൽ മഗ്രിബ് ഇശ നിസ്കരിച്ച് ഒരു ഇഖാമത്തോടു കൂടി. പക്ഷേ അത് അബൂ ദാവൂദിൻ്റെ റിവായത്തിൽ ഓരോ നിസ്കാരത്തിനും ഓരോ ഇഖാമത്ത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇഷ്കാലം മാറി. എന്തുണ്ട്, ഓരോ നിസ്കാരത്തിനും ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടെന്നായി. പക്ഷേ അബൂ ദാവൂദിൻ്റെ റിവായത്തിൽ വലം യുനാദി ഫി വാഹിദി മിൻഹുമ, ഈ രണ്ട് നിസ്കാരത്തിൽ എന്ത് ചെയ്തില്ല, ബാങ്ക് വിളിച്ചിട്ടില്ല എന്നാണ് ഉള്ളത്. ഈ റിപ്പോർട്ടുകൾ വ്യത്യസ്തമായത് കാരണത്താൽ ഇവിടെ പറയാത്തൊരു പ്രസിദ്ധ റിവായത്തുണ്ട്. അതാണ് ഹജ്ജിൻ്റെ വിഷയത്തിൽ ഏറ്റവും പ്രസിദ്ധ റിപ്പോർട്ട്. ഏറ്റവും പ്രസിദ്ധമല്ല, പിന്നെ ഏറ്റവും പ്രസിദ്ധ റിപ്പോർട്ട് ജാബിർ റളിയല്ലാഹുവിൻ്റെ റിപ്പോർട്ടാണ്. പക്ഷേ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്നുള്ള ഇമാം ബുഖാരിയുടെ റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബും ഇശയും രണ്ട് ബാങ്കോട് കൂടി രണ്ട് ഇഖാമത്തോടു കൂടി നിസ്കരിച്ചു എന്നാണ്. അത് ഇമാം ബുഖാരിൻ്റെ റിവായത്താണ്, ഇബ്നു മസ്ഊദിൽ നിന്നുള്ള റിവായത്താണ്. അതുകൊണ്ട് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമാണ് ഈ മുസ്ദലിഫയിലെ മഗ്രിബും ഇശയും ജമ്മാക്കിയിട്ടുള്ള ഹജ്ജിൻ്റെ വിഷയത്തിൽ, നമസ്കാരത്തിൽ. അതായത് ഇവിടെ നോക്കി, ഒരു റിവായത്തിൽ ബാങ്ക് കൊടുത്തിട്ടേ ഇല്ല എന്നാണ്, വേറെ റിവായത്തിൽ ഇഖാമത്ത് കൊടുത്തു എന്നാണ്. വേറൊരു റിവായത്ത് പ്രകാരം രണ്ട് ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ഇഖാമത്തും ബാങ്കും കൊടുത്തു എന്നാണ്. ഇമാം ബുഖാരിൻ്റെ ഇബ്നു മസ്ഊദിൽ നിന്നുള്ള റിവായത്തിൽ രണ്ട് ബാങ്കും കൊടുത്ത് രണ്ട് ഇഖാമത്തും കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇമാം അബൂ ഹനീഫ പറഞ്ഞത്, പിന്നെ ഹജ്ജിൽ മുസ്ദലിഫയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മഗ്രിബ് ഇശയും ജമ്മാക്കിയിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു ബാങ്കും ഒരു ഇഖാമത്തും, രണ്ട് ഇഖാമത്തല്ല, ഒരു ബാങ്കും ഒരു ഇഖാമത്തും. ഇമാം ഷാഫിയും ഇമാം അഹ്മദും ഈ ഹദീസ് പ്രകാരം, ഇമാം ഷാഫി ഇമാം അഹ്മദ് അവർ പറഞ്ഞത് ഒരു ബാങ്കും രണ്ട് ഇഖാമത്തും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇമാം ബുഖാരിൻ്റെ റിവായത്ത് ഇബ്നു മസ്ഊദിൽ നിന്നുള്ള എന്താ, രണ്ട് ബാങ്കും രണ്ട് ഇഖാമത്തും, രണ്ട് ബാങ്കും
2 ഇഖാമത്തും. സുഫിയാൻ സൗരി പറഞ്ഞത് ബാങ്കുമില്ല, 1 ഇഖാമത്ത് മാത്രം. ഇഖാമത്ത് മാത്രം. എന്തിന്? 2 നിസ്കാരത്തിനും കൂടി ഇഖാമത്ത് കൊടുക്കുക, എന്നിട്ട് ഇഷ നിസ്കരിക്കുക, അല്ല മഗ്രിബ് നിസ്കരിക്കുക, പിന്നെ ഇഖാമത്തില്ലാതെ ഇഷ നിസ്കരിക്കുക. അതാണ് ഇമാം സുഫിയാൻ സൗരിൻ്റെ അഭിപ്രായം. ഇമാം ഇസ്ഹാഖ് ബിൻ റാഹവൈഹി പറഞ്ഞത് ബാങ്കില്ല, പിന്നെയോ ഓരോ നിസ്കാരത്തിനും ഇഖാമത്ത്. ഇഖാമത്ത് കൊടുക്കുക, എന്നിട്ട് ഇഷ നിസ്കരിക്കുക, അല്ല മഗ്രിബ് നിസ്കരിക്കുക, പിന്നെ ഇഖാമത്ത് കൊടുക്കുക, പിന്നെ ഇഷ നിസ്കരിക്കുക. അതാണ് ഇസ്ഹാഖ് ബിൻ റാഹവൈൻ്റെ അഭിപ്രായം. കാരണം എന്താ? ഇഖാമത്തിന് വാഹിദത്തിൻ ലിക്കുല്ലി സല വലം യുനാദി ഫി വാഹിദത്തിൻ മിൻഹുമ. അപ്പോൾ ഹജ്ജിൻ്റെ വിഷയത്തിലുണ്ടല്ലോ, ഈ മുസ്ദലിഫയിലെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ, മഗ്രിബ് ഇഷ നിസ്കരിക്കുന്ന വിഷയത്തിൽ ബാങ്ക് ഇഖാമത്ത് കൊടുക്കണമെന്നുള്ള വലിയ അഭിപ്രായ വ്യത്യാസമാണ്. അതിൽ ഈ 2 അഭിപ്രായ വ്യത്യാസത്തിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇപ്പോൾ ഞാൻ 5 അഭിപ്രായം പറഞ്ഞില്ലേ. അബു ഹനീഫിൻ്റെ അഭിപ്രായം വേറെയാണ്, ഇമാം മാലിക്കിൻ്റെ അഭിപ്രായം വേറെയാണ്, ഇമാം ഷാഫിയും അതേപോലെ അഹ്മദ് ബിൻ ഹംബൽ ഒരു അഭിപ്രായക്കാരാണ്, സുഫിയാൻ സൗരി അതേപോലെ തന്നെ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി ഇവരൊക്കെ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. അതിൽ പിന്നെ ഇവിടെ റസൂലുള്ള ജമ്മാക്കിയപ്പോൾ ഒരു ഇഖാമത്ത് കൊടുത്തു ഓരോ നിസ്കാരത്തിനും. അപ്പോൾ ഇഖാമത്തുണ്ട്, ബാങ്ക് വിളിച്ചിട്ടില്ല എന്ന് പറയണതുണ്ടല്ലോ. ഈ റിപ്പോർട്ടുകളെക്കാൾ ഇതൊക്കെ സുനനുകളിൽ വന്നതാണ്. അബൂദാവൂദിൻ്റെ റിപ്പോർട്ടാണ്, ഇതും അബൂദാവൂദിൻ്റെ റിപ്പോർട്ടാണ്. പക്ഷേ ഇവിടെ മുസ്ലിമിൻ്റെ റിപ്പോർട്ട്, ഇമാം ബുഖാരിൻ്റെ റിപ്പോർട്ടാണ് അതിൽ ഏറ്റവും പരിഗണനീയമായ 2 റിപ്പോർട്ടുകൾ. ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ 1 ബാങ്കും 2 ഇഖാമത്തുമാണ്. ഇമാം ബുഖാരിൻ്റെ റിപ്പോർട്ടിലോ 2 ബാങ്കും 2 ഇഖാമത്തുമാണ്. അതിൽ ഏതിനെ പ്രബലപ്പെടുത്തും? ആര് റിപ്പോർട്ട് എടുക്കുക? ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ട് എടുക്കുക, ഇമാം ബുഖാരിൻ്റെ റിപ്പോർട്ട് എടുക്കുക? ആരെടുക്കുക? ഇമാം ബുഖാരിൻ്റെ അല്ലേ? കാരണം എന്താ? ഇമാം ബുഖാരിയാണ് ഹദീസുകൾ ക്രോഡീകരിച്ചതിൽ അദ്ദേഹത്തിൻ്റെ സഹീലാണ് ഏറ്റവും പ്രബലമായ റിവായത്തുള്ളതെന്നാണ്. പക്ഷേ ഇവിടെ ചില വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളിലും ആ ഒരു പരിഗണനയല്ല പല പണ്ഡിതന്മാരും സൂക്ഷിച്ചിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിൻ്റെ ഹദീസ് സൂക്ഷ്മമായി കൃത്യമായി എല്ലാ തഫ്സീലോടും കൂടിയിട്ട് റിപ്പോർട്ട് ചെയ്ത റാവി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിൻ്റെ ഹജ്ജിൻ്റെ വിഷയത്തിൽ ഏറ്റവും പരിഗണിക്കപ്പെടുന്ന റിപ്പോർട്ട് ആരുടേതാണ്? ജാബിർ റളിയല്ലാഹുവിൻ്റെ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിൻ്റെ ഹജ്ജിനെ വിശദീകരിക്കുന്ന ജാബിറിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. കാരണം എന്താ? വിശാലമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ജാബിർ റളിയല്ലാഹു അൻഹു ആ ഹദീസ് റസൂലുള്ളാഹിൻ്റെ ഹജ്ജിനെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹജ്ജിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ആരുടെ റിപ്പോർട്ടാണ്? ജാബിർ റളിയല്ലാഹുവിൻ്റെ റിപ്പോർട്ടാണ്. അത് റിപ്പോർട്ട് ചെയ്താരാണ്? ഇമാം മുസ്ലിമാണ്. ആ പരിഗണനയിൽ എന്ത് ചെയ്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഷാഫി, അതേപോലെ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞു മുസ്ദലിഫയിൽ മഗ്രിബ് ഇശ നിസ്കരിക്കുമ്പോൾ 1 ബാങ്ക് 2 ഇഖാമത്ത്. അതേസമയം ചിലർ പറഞ്ഞില്ല, 2 ബാങ്കും 2 ഇഖാമത്തുമാണ്. കാരണം എന്തുകൊണ്ട്? അതാണ് ഇമാം ബുഖാരിയുടെ റിവായത്ത്. ഇമാം ബുഖാരിൻ്റെ റിവായത്ത് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രബല റിപ്പോർട്ട്, പ്രബലമായിട്ടുള്ള ഏറ്റവും ഉള്ള റിപ്പോർട്ട്. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തത്. മനസ്സിലായി? ഏതായാലും പിന്നെ റിവായത്തുകളിൽ വന്ന അഭിപ്രായ വ്യത്യാസമാണ്. ഈ അഭിപ്രായ വ്യത്യാസത്തിന് കാരണം 2 ബാങ്ക് കൊടുത്ത് 2 ഇഖാമത്ത് കൊടുത്ത് അതിൽ പ്രശ്നമില്ല, തെളിവുണ്ട്, സുന്നത്തിൽ തെളിവുണ്ട്. 1 ബാങ്ക് വിളിച്ചിട്ട് 2 ഇഖാമത്ത് കൊടുത്താൽ അതിലും സുന്നത്തിൽ തെളിവുണ്ട്. വലഹു അൻ ജാബിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തൽ മുസ്ദലിഫത ഫസല്ല ബിഹാ അൽ മഗ്രിബ വൽ ഇശാ ബിഅദാനിൻ വാഹിദിൻ വ ഇഖാമതൈൻ. അപ്പോൾ ഹജ്ജിലുണ്ടല്ലോ, പിന്നെ അറഫാ ദിവസം രാത്രി ദുഹറും അസറും അറഫയിൽ നിസ്കരിക്കും ജമ്മുവും കസറായിട്ട്. മഗ്രിബും ഇശയും മുസ്ദലിഫയിലാണ് എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. അത് ജമ്മുവും കസറുമായിട്ട്. വലഹു അൻ ഇബ്നു ഉമറ ജമഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ മഗ്രിബ് വൽ ഇശാഇ ബിഇഖാമത്തിൻ വാഹിദ വസാദ അബൂ ദാവൂദ് ലികുല്ലി സ്വലാഹ് വഫി റിവായത്തിൻ ലഹു വലം യുനാദി ഫി വാഹിദത്തിൻ മിൻഹുമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.